ഓം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആത്മസ്വരൂപരെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം ധനവിനിയോഗത്തിൽ ആസൂത്രണം വേണം. അനാവശ്യമായി ഒരു കാശുപോലും ചെലവ് ചെയ്യരുത്. പ്രിയരെ, ശിവഗിരി തീർത്ഥാടനത്തിന് വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി.കെ. കിട്ടൻ റൈറ്ററും അനുമതിക്കായി അപേക്ഷിച്ച സന്ദർഭത്തിൽ ഗുരുദേവൻ പറഞ്ഞതാണിത്. പണമെന്നത് ബാഹ്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. കൊടുക്കലും വാങ്ങലും കൂടാതെ ഒരു വ്യക്തിക്ക് പോലും കഴിഞ്ഞുകൂടാൻ ഇന്ന് പ്രയാസമാണ്. മനുഷ്യന്റെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള മുഖ്യ വിനിമയ ഉപാധി എന്ന നിലയിൽ പണത്തിനുള്ള കരുത്തും സ്വാധീനവും ഏതിനും മേലെയാണ്. പണം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണെങ്കിലും മനുഷ്യൻ പണത്തിനു വേണ്ടി നിലകൊള്ളുന്ന കാഴ്ച സാധാരണമായിരിക്കുന്നു. ചുരുക്കത്തിൽ പണം കൂടാതെ ജീവിക്കുവാൻ സാധ്യമല്ല എന്ന അവസ്ഥയാണുള്ളത്. ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും വിദ്യാഭ്യാസത്തിനും ഔഷധത്തിനും എന്നുവേണ്ട പ്രാണവായു ഒഴികെ ഏതിനും പണമുണ്ടായേ മതിയാവൂ. അതിനാൽ പണമിടപാടിൽ എപ്പോഴും ഒരു ആസൂത്രണ ബുദ്ധി ഉണ്ടായിരിക്കണം. ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആവശ്യമുള്ളത് തന്നെയോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കണം. ഒരാൾക്ക് ഒന്നിലധികം ഭവനങ്ങളും വാഹനങ്ങളും ഉണ്ടായാൽ തന്നെ ചെലവേറും. ആധുനിക സമൂഹത്തിൽ പ്രാഥമികാവശ്യങ്ങൾക്ക് ചെലവാക്കുന്നതിനേക്കാൾ മറ്റിനങ്ങൾക്ക് ചെലവ് ചെയ്യുന്ന പ്രവണത കൂടുതലാണ്. 1 കിലോമീറ്റർ ദൂരത്ത് പോകുന്നതിന് പോലും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇതിലെല്ലാം ഒരു നിയന്ത്രണവും ആസൂത്രണവും സ്വയം കൊണ്ടുവന്നാൽ പാഴ്ചെലവുകളും അധിക ചെലവുകളും ഒഴിവാക്കാനാവും. ഈ ഭൂമിയിൽ ഉള്ളതിൽ അധികമായി ഒരു മൺതരിയെപ്പോലും ഉണ്ടാക്കുവാൻ മനുഷ്യന് സാധ്യമല്ലെന്നിരിക്കെ പ്രകൃതിയിൽ തന്റെ നിസ്സാരത്വം അറിഞ്ഞ് ഉള്ള ധനം ദുർവ്യയം കൂടാതെ വിനിയോഗിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് വേണ്ടത്. സ്നേഹപൂർവ്വം, രഞ്ജൻ, വയനാട്.